സ്വകാര്യ ബസ് വ്യവസായവും തൊഴിലാളികളെയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാരും ബസ് ഉടമകളും പ്രക്ഷോഭത്തിലേക്ക്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സമയങ്ങൾ കഥ പറയട്ടെ. വാച്ച് എംപോറിയം, ഇടുക്കി കവല, കട്ടപ്പന. പ്രൈവറ്റ് ബസ് വർക്കേഴ്സ് യൂണിയൻ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ 7 രാവിലെ 10 കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ധർണ നടത്തും. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KK തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ, ബസ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KM ബാബു, CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM തോമസ്, ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KJ ദേവസ്യ, പ്രൈവറ്റ് ബസ് മോട്ടോർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി MC ബിജു, CPM കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗം KP സുമോദ്, ബസ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ കട്ടപ്പന മേഖലാ സെക്രട്ടറി അനീഷ് ജോസഫ്, പ്രസിഡന്റ് എബി മാത്യു എന്നിവർ സംസാരിക്കും. ഇടുക്കിയിലെ മോട്ടോർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെയും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഒക്ടോബർ മാസം 7 തീയതി രാവിലെ 11 മണിക്ക് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ ഉടമകളുടെയും തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ വലിയ ജനകീയ കൂട്ടായ്മയും അതോടൊപ്പം തന്നെ ധർണയും സംഘടിപ്പിക്കുകയാണ്. ഈ ധർണാ സമരം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി സഖാവ് CV വർഗീസ് ഉദ്ഘാടനം ചെയ്യുകയും ഈ സമരത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KK തോമസ്, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KM തോമസ്, CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് KS മോഹൻ, ഇടുക്കിയിലെ മോട്ടോർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റ് KM ബാബു, CPIMൻ്റെ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് VR സജി, സുമോദ് അടക്കമുള്ള അനീഷ് അടക്കമുള്ള നേതാക്കന്മാർ ഈ ധർണാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കും. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ് മേഖല ഒരു ഗുരുതരമായ ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ പ്രശ്നം മലയോര മേഖലയെ, ഗ്രാമീണ പ്രദേശങ്ങളെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ബസ് ഉടമകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ ഒരു ഏകപക്ഷീയമായി KSRTC ആ മേഖലയിലേക്ക് കടന്നു വരികയും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ KSRTC സ്വകാര്യ ബസ്സുകളുടെ മുന്നിലും പിന്നിലുമായി സർവീസ് നടത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇന്ധന വിലയുടെയും മറ്റ് സ്പെയർ പാർട്സുകളുടെയൊക്കെ വിലയുടെ വർധനയുടെ ഭാഗമായി ഈ മേഖല വലിയ ദുരിതത്തിലേർപ്പെടുന്നൊരു ഘട്ടത്തിലാണ് മറ്റു ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലകളിൽ നിന്നും 140 കിലോമീറ്ററിന് മുകളിലുള്ള സർവീസുകൾ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ചു. അങ്ങനെ സർവീസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ നിരവധിയായ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഒരു സർവീസുകളായിട്ടാണ് ഈ ദീർഘദൂര സർവീസുകൾ മാറിയത്. ജില്ലയിലെ സ്വകാര്യ ബസ് വ്യവസായം ഗുരുതരമായ പ്രതിസന്ധി നേരിടുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതുമൂലം ഗ്രാമീണ മേഖലകളിലെ ജനങ്ങൾ യാത്രാക്ലേശത്തിലാണ്. കേരളത്തിലെ ബസ് ഉടമകളുടെ സംഘടന റൈറ്റേഴ്സ് ഓഫ് അസോസിയേഷനും CITUവിൻ്റെ യൂണിയനും സംയുക്തമായി ഇടുക്കിയിലെ യാത്രാക്ലേശം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംയുക്തമായി ഒക്ടോബർ 7 തീയതി തിങ്കളാഴ്ച 11 മണിക്ക് ധർണ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ധർണയിൽ എല്ലാ വിഭാഗം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളുടെ 140 കിലോമീറ്ററിൻ്റെ ദൂരം പറഞ്ഞുകൊണ്ട് പെർമിറ്റുകൾ ഒഴിവാക്കുകയും യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അത് പെർമിറ്റുകൾ റദ്ദ് ചെയ്യാനുള്ള തീരുമാനവും ഈ ടേക്ക് ഓവർ മിന്നലും പിൻപിലും വായിക്കലുമായി ഓടി സ്വകാര്യ ബസ്സുകളെ നശിപ്പിക്കുകയും അതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് തിങ്കളാഴ്ച ധർണ നടത്തുന്നത്. ഈ ധർണയിൽ വിദ്യാർത്ഥികൾക്കും യാത്രാ സൗകര്യവും കൺസെഷനും നിഷേധിക്കപ്പെടുന്നു. മുൻപ് ജില്ലയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് സമീപ ജില്ലയിലെ ടൗണുകളിലേക്ക് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾക്കും പെർമിറ്റ് നിഷേധിക്കുന്നു. പതിറ്റാണ്ടുകളായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് മുന്നിലും പിന്നിലും അനുമതി പോലുമില്ലാതെ KSRTC സർവീസുകൾ നടത്തി ദ്രോഹിക്കുന്ന നടപടിയാണ്. നമുക്കറിയാം എത്രയോ കോടി രൂപ ഗവൺമെന്റിൽ നിന്ന്
അവർക്ക് കൊടുത്തിട്ടാണ് ഈ സർവീസുകൾ മുന്നോട്ട് നടത്തുന്നത്. അപ്പോൾ ഈ സർവീസുകൾ കൃത്യമായിട്ട് അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഇത് ലാഭകരമായിട്ട് സർവീസ് നടത്തണം. ഇത് സ്വകാര്യ മേഖലയിൽ മുതൽ മുടക്കി പ്രൈവറ്റ് ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് ഒരു കോമ്പറ്റീഷൻ പരിപാടിയല്ല ഇത് സേവന മേഖലയിൽ നിൽക്കേണ്ട ഒരു പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഈ മേഖലയിൽ മുതൽ മുടക്കി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ മുതൽ മുടക്കുന്നവരുടെ പൈസ നഷ്ടപ്പെടുന്ന രീതിയിലോ സർവീസ് നടത്തുന്നത് ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടല്ല. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ മൊത്തത്തിൽ ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പല പ്രസ്ഥാനങ്ങൾ വന്നിട്ടും അതിനെയെല്ലാം നമ്മൾ ബസ് മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ മേഖലയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. എല്ലാ മേഖലയിലും ഈ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ KSRTC ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ന പാർട്ടിക്കാർ ഇടപെട്ടു അല്ലെ ഇന്ന രാഷ്ട്രീയക്കാർ ഇന്ന മന്ത്രി ഇടപെട്ടു എന്നൊക്കെ അവർ പറഞ്ഞത്. ഇതിനകത്തൊന്നും യാതൊരു കാര്യമില്ല. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിയാൽ ഒരു മന്ത്രിയും ഒരു പൊതുപ്രവർത്തകനും ഒരു പ്രൈവറ്റ് ബസിന്റെ മുന്നിൽ സർവീസ് നടത്താൻ വേണ്ടി ആരോടും ആവശ്യപ്പെടുകയില്ല. ഇത് ശരിയായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിയാസമാണിത്. ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ചെയ്യുവാൻ തക്കവണ്ണമുള്ള നിയമവും ഇല്ല, അങ്ങനെയുള്ള വ്യവസ്ഥ ഈ രാജ്യത്തില്ല. അപ്പൊ ഇതിനൊക്കെ എതിരെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പ്രതിഷേധിക്കുകയും പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തുന്നത്. ഒരു കാരണവശാലും ഇത്തരം നിലപാടുകൾ അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യമല്ല. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷണം, അതുപോലെ ഇതിനകത്ത് മുതൽ മുടക്കിയിരിക്കുന്ന ഉടമസ്ഥന്മാരുടെ അവരുടെ പ്രസ്ഥാനത്തിന്റെ സംരക്ഷണം, ഇതൊക്കെ ജില്ലയിലെ നിരവധി സ്വകാര്യ ബസ് സർവീസുകൾ ഇല്ലാതായതോടെ തൊഴിലാളികൾ പണിയില്ലാതായി. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ KJ ദേവസ്യാം, KP സുമോദ്, അനീഷ് ജോസഫ്, NG രാജൻ, അഖിൽ, ഷാജി സ്കറിയ, KM തോമസ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നല്ല സമയത്തിനായി കാത്തിരിക്കൂ. ഇത് വാച്ചുകളുടെ മായിക ലോകം. വാച്ച് എംപോറിയം, ഇടുക്കി കവല, കട്ടപ്പന. 2 നിലകളിലായി വാച്ചുകളുടെ കമനീയ ശേഖരം. റാഡോ, ടിസോട്ട്, സീക്കോ, സിറ്റിസൺ, ടൈറ്റാൻ, കാസിയോ, ഫോസിൽ തുടങ്ങി എല്ലാ ലോകോത്തര ബ്രാൻഡുകളുടെയും വെറൈറ്റി കളക്ഷൻസ്. വാച്ചുകൾക്കായി പ്രത്യേക സർവീസ് സെന്റർ. മനസ്സിനിണങ്ങിയ വാച്ചുകൾ വെറൈറ്റി ഡിസൈനുകളിൽ തിരഞ്ഞെടുക്കാം. ഇനി സമയങ്ങൾ കഥ പറയട്ടെ. വാച്ച് എംപോറിയം, ഇടുക്കി കവല, കട്ടപ്പന.